ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. घर साफ है और बाहर भी है, स्वच्छता के रास्ते पे आगे ही बढ़े, आगे ही बढ़े. സ്വച്ഛതാ ഹി സേവ, ശുചിത്വ ഭാരതത്തിന് പുതിയ മന്ത്രം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ശുചിത്വ ഭാരതം എന്ന സങ്കല്പത്തിന്റെ ചുവട് പിടിച്ച് രാജ്യത്താരംഭിച്ച സ്വച്ഛ് ഭാരത് ദൗത്യം ഇക്കൊല്ലം 10 വർഷം പൂർത്തിയാക്കുന്നു. 2014 ഒക്ടോബർ 2 ആരംഭിച്ച സ്വച്ഛ് ഭാരത് മിഷന് കീഴിൽ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ശുചിത്വ മേഖലയിൽ പരിവർത്തനാത്മകമായ മാറ്റങ്ങളാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ വെളിയിട വിസർജ്യ മുക്തമാക്കുന്നതിന്റെ ഭാഗമായി ശുചിമുറികൾ ഇല്ലാതിരുന്ന 12 കോടിയോളം കുടുംബങ്ങൾക്ക് ശൗചാലയങ്ങൾ ലഭ്യമാക്കാൻ കഴിഞ്ഞു. ജനങ്ങളുടെ ശുചിത്വ അവബോധത്തിലും പ്രകടമായ മാറ്റങ്ങൾ കാണാനാകും. മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതിലും പുതിയൊരു മാലിന്യ പരിപാലന സംസ്കാരം വളർത്തിയെടുക്കുന്നതിലും സ്വച്ഛ് ഭാരത് ദൗത്യം കാര്യമായ പങ്കുവഹിക്കുന്നു. അടുത്ത ദശകത്തിലേക്ക് ചുവടുവയ്ക്കുന്ന സ്വച്ഛ് ഭാരത് മിഷൻ സമീപ ഭാവിയിൽ തന്നെ ശുചിത്വ ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ശുചിത്വ സ്വഭാവം, ശുചിത്വ സംസ്കാരം എന്നതാണ് 10ാം വാർഷികത്തിൽ സ്വച്ഛ് ഭാരത് മിഷൻ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. ഇതിന്റെ ഭാഗമായി 2 ആഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ശുചിത്വ പക്ഷാചരണത്തിന് ഇക്കഴിഞ്ഞ 17-ന് രാജ്യത്ത് തുടക്കമായി. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ രാജ്യമെമ്പാടും ശുചിത്വ പക്ഷമായി ആചരിക്കും. സ്വച്ഛതാ ഹി സേവ എന്ന ഈ പരിപാടിയുടെ ഭാഗമായി ശുചീകരണ യജ്ഞങ്ങൾ, ഏക് പേഡ് മാങ് കെ നാം പ്രചാരണ പരിപാടികൾ, വാക്കത്തോൺ, ശുചിത്വ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങിയവ രാജ്യത്തുടനീളം സംഘടിപ്പിച്ചു വരുന്നു. ദേശീയ തലത്തിലുള്ള സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടി രാജസ്ഥാനിലെ ജുൻജുനുവിൽ ഇക്കഴിഞ്ഞ 17-ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉദ്ഘാടനം ചെയ്തു. സ്വഭാവം, മൂല്യങ്ങൾ, സംസ്കാരം എന്നിവയുമായി ശുചിത്വത്തെ ബന്ധിപ്പിക്കണമെന്ന് ഉപരാഷ്ട്രപതി പരിപാടിയിൽ ആഹ്വാനം ചെയ്തു. स्वच्छता हमारे दैनिक शैली का अंग बन रही है और ये परिवर्तन हमें एक बहुत बड़ा आयाम भी देता है. महात्मा गांधी के उस महान सपने को मूर्त रूप दे रहे हैं. जिस कार्य की शुरुआत की गई वो सब साधुवाद के पात्र हैं. स्वच्छ भारत मिशन सरकारी कार्यक्रम नहीं है, सरकारी कार्यक्रम से बहुत आगे है. ये सम्मानजनक जीवन का भारत के दुनिया में एक महकती हुई सुगंध फैले उसका प्रतीक है, उसका स्रोत है. ശുചിത്വം സാമൂഹിക പങ്കാളിത്തത്തിലൂടെ എന്ന ലക്ഷ്യവുമായി നടന്നുവരുന്ന സ്വച്ഛതാ ഹി സേവ പരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും സജീവ പങ്കാളികളാണ്. ഇന്ത്യൻ റെയിൽവേ വിവിധ സ്റ്റേഷനുകളിൽ വിപുലമായ പരിപാടികളും ശുചീകരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു വരുന്നു. എറണാകുളം ജംഗ്ഷനിൽ നടന്ന പരിപാടികൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ശുചീകരണ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത കേന്ദ്രമന്ത്രി ഏക് പേഡ് മാം കെ നാം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടു. ശുചിത്വ പ്രവർത്തനങ്ങളിലെ ജനപങ്കാളിത്തം ശ്രദ്ധേയമാണെന്ന് ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു. സ്വർഗീയനായ മഹാത്മാഗാന്ധിയുടെ ഇച്ഛ 2014 മുതൽ ഒരു കർമ്മധീരന്റെ കർമ്മശക്തിയിൽ സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന പേരിൽ ദേശം മുഴുവൻ, രാജ്യം മുഴുവൻ പുതിയ ഒരു ശുചിത്വ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ദിനം കൂടിയാണ്. ഈ ദിനത്തിന്റെ പ്രത്യേകത ഒരുപക്ഷെ 16-ാം ദിവസം ഒക്ടോബർ 2-ന് മഹാത്മജിയുടെ ജന്മദിനത്തിൽ ചെന്ന് കലാശിക്കുകയല്ല, ശുചിത്വം എന്ന പ്രക്രിയയ്ക്ക് കൂടുതൽ വേരുറപ്പുള്ള ഒരു തണൽ ഒരുക്കുന്നതിനുള്ള ശുചിത്വ സംസ്കാരത്തിന്റെ രൂപത്തിൽ നാട്ടാൻ പോകുന്ന ദിനം കൂടിയാണെന്ന്. എന്നെ അതിശയിപ്പിക്കുന്നത് ഇത് ദേശീയമായി ഒരു ആഹ്വാനത്തിലൂടെ 2014 തുടങ്ങി വെച്ചെങ്കിലും 2015 മുതൽ
അതിശക്തമായി തന്നെ ജനങ്ങൾ ഇതിൽ പങ്കാളികളായി എന്നുള്ളത് അവരുടെ പൗരബോധമാണ്. ശക്തമാണ് ആ പൗരബോധം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വച്ഛതാ ഹി സേവ സംസ്ഥാനതല പ്രചാരണ പരിപാടികൾ കൊല്ലം കോർപ്പറേഷനിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരളം മാലിന്യമുക്ത സംസ്ഥാനമായി മാറുന്നതിന് എല്ലാവരുടെയും സമർപ്പിത മനോഭാവത്തോടെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ പരാതി നൽകാനുള്ള പൊതു വാട്സാപ്പ് നമ്പറിന്റെ പ്രഖ്യാപനവും ശ്രീ എം ബി രാജേഷ് നിർവഹിച്ചു. ഈ ക്യാമ്പയിനോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ നിശ്ചയിച്ചതാണ് ഒരു സിംഗിൾ വാട്സാപ്പ് നമ്പർ കേരളമാകെ ലഭ്യമാക്കണം എന്നത്. ഈ സിംഗിൾ വാട്സാപ്പ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശുചിത്വം സംബന്ധിച്ച പരാതികൾ, മാലിന്യ സംസ്കരണം സംബന്ധിച്ച ആക്ഷേപങ്ങൾ പൊതുജനങ്ങൾക്ക് സർക്കാരിനെയും തദ്ദേശ സ്ഥാപനങ്ങളെയും അറിയിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഒരർത്ഥത്തിൽ അതൊരു ജനകീയ ഓഡിറ്റായിട്ട് അത് മാറും. ഈ വാട്സാപ്പ് നമ്പർ നമ്മൾ കൊടുക്കുമ്പോൾ ആളുകൾ പരാതി ഇതിലേക്ക് അയക്കും. പരാതി സംസ്ഥാന തലത്തിലുള്ള വാർ റൂമിൽ നിന്ന് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിലേക്ക് അയക്കും. ആ തദ്ദേശ സ്ഥാപനം പരാതിയിൽ നടപടി സ്വീകരിക്കണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും പൊതുസ്ഥലങ്ങളും ജലാശയങ്ങളും മലിനമാക്കുന്നവർക്കെതിരെ തെളിവ് സഹിതം പരാതി നൽകുന്നതിനുമായാണ് പൊതു വാട്സാപ്പ് നമ്പർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 9446700800 എന്ന നമ്പറിൽ പൊതുജനങ്ങൾക്ക് സന്ദേശം അയക്കാവുന്നതാണ്. സ്വച്ഛതാ ഹി സേവ പക്ഷാചരണത്തിന്റെ ഭാഗമായി കൊല്ലം നഗരത്തെ മാലിന്യമുക്തമാക്കി പൂന്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ച് മനോഹരമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് എന്ന് കോർപ്പറേഷൻ മേയർ ശ്രീമതി പ്രസന്ന ഏണസ്റ്റ് വാർത്താ തരംഗിണിയോട് പറഞ്ഞു. ഒരാഴ്ചക്കാലം നിൽക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ആദ്യമായി തന്നെ ഞങ്ങൾ തീരുമാനമെടുത്തത് 70 വർഷങ്ങളായി കെട്ടിക്കിടന്ന മാലിന്യം നീക്കം ചെയ്ത പുതിയപ്പുഴയില് ചണ്ടിടിപ്പോ എന്നറിയുന്ന സ്ഥലത്ത് നമ്മൾ ആ മാലിന്യങ്ങൾ ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്തിരുന്നു. ആ ബയോമൈനിങ്ങുകൾ നീക്കം ചെയ്ത സ്ഥലത്ത് പൂന്തോട്ടം ഒരുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ദിവസം തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് സൺഫ്ലവറിന്റെ സീഡ് വിതച്ചുകൊണ്ടാണ് ആ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചത്. അതുപോലെ തന്നെ വലിച്ചെറിയൽ മുക്ത നവകേരള മാലിന്യ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഞങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ഏതൊക്കെ പ്രദേശത്താണോ ഇത്തരത്തിലുള്ള പൊതുസ്ഥലങ്ങളിൽ മാലിന്യം കൂടിക്കിടക്കുന്നത് കണ്ടാൽ അത് നീക്കം ചെയ്യുന്നതിനും അവിടെ പൂന്തോട്ടങ്ങൾ ഒരുക്കുന്നതുമാണ് ഞങ്ങൾ പദ്ധതിയിടുന്നത്. ആരെങ്കിലും മാലിന്യങ്ങൾ പൊതുനിരത്തുകളിൽ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോസോ വീഡിയോസോ അയക്കുന്ന വ്യക്തിക്ക് ഒരു പാരിതോഷികം അടക്കം ഞങ്ങൾ കൊടുക്കുകയാണ്. ആ പാരിതോഷികം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പിഴയിടുന്നതിന്റെ 25%. ഒരു മാക്സിമം 2500 രൂപ വരെ ഒരാൾക്ക് കിട്ടും. അപ്പൊ കുറച്ചുകൂടെ ജനങ്ങളുടെ ഒരു ബന്ധം ഇതിനകത്തുണ്ടാവും. തീർച്ചയായിട്ടും അത്തരത്തില് നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നമുക്കൊരു പരിധിവരെ നമുക്കത് ഇല്ലാതാക്കാൻ സാധിക്കും. നമ്മുടെ കോർപ്പറേഷൻ മേഖലയിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളും ജൈവ മാലിന്യവും അജൈവ മാലിന്യവും കളക്ട് ചെയ്യുന്നുണ്ട്. അജൈവ മാലിന്യം 100% എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഡ്രൈവാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മൾ പ്രധാനമായിട്ടും ഒരു സെൻട്രലൈസ്ഡ് പ്ലാന്റ് നമുക്കിപ്പോൾ ഇല്ല. നമ്മൾ എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിലൂടെയും അതുപോലെ ഗാർഹിക ബയോഗ്യാസ് പ്ലാന്റുകൾ കൊടുത്തുകൊണ്ടും പൊതുവായ മാർക്കറ്റുകളിൽ ഇതെല്ലാം സ്ഥാപിച്ചത് പരിപാലിച്ചുകൊണ്ടുമാണ് ഈ വരുന്ന ഒരാഴ്ചക്കാലം കൊണ്ട് സ്വച്ഛതാ ഹി സേവ എന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊല്ലം നഗരത്തെ ഒരു ശുചിത്വ നഗരമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. സംസ്ഥാനത്ത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് സ്വച്ഛതാ ഹി സേവ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങളിൽ ശുചിത്വ അവബോധം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും ഇതിനനുസരണമായ പ്രവർത്തനങ്ങളാണ് ഹരിതകർമ്മസേന, തദ്ദേശ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ ഇക്കാലയളവിൽ ആവിഷ്കരിച്ചിട്ടുള്ളതെന്നും സംസ്ഥാന ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ആമീർ ഷാ പറഞ്ഞു. പ്രധാനമായും 3 ഘടകങ്ങളാണ് സ്വച്ഛതാ ഹി സേവ സ്വച്ഛതാ പക്വാദ ക്യാമ്പയിൻ്റെ ഭാഗമായി ശുചിത്വ മിഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, ജനകീയ ബോധവൽക്കരണ പരിപാടിയാണ്. മാലിന്യം വലിച്ചെറിയാനുള്ളതല്ല, മാലിന്യം തരംതിരിച്ച് അഴുകാത്ത മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്കും അഴുകുന്ന മാലിന്യങ്ങൾ അതാതിടങ്ങളിൽ തന്നെ വളമോ ബയോഗ്യാസോ ആക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒന്നാമത്തെ ഘടകം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. 2, വലിച്ചെറിയൽ വിമുക്തമായ കേരളം, മാലിന്യമുക്തമായ കേരളം എന്ന ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് മാലിന്യം തരംതിരിച്ച് അതാത് ബിന്നുകളിലോ അതല്ലെങ്കിൽ അത് നിക്ഷേപിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിലോ മാത്രം നിക്ഷേപിക്കുകയും അത് അശാസ്ത്രീയമായി കൂട്ടിയിടുകയോ കത്തിക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നതിലേക്കായിട്ടുള്ള ജനകീയ ക്യാമ്പയിനാണ്.
ഒപ്പം തന്നെ നമ്മുടെ പൊതു ഇടങ്ങളും പൊതുവഴികളും ജലസ്രോതസ്സുകളും നിലവിൽ മാലിന്യത്താൽ മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവയെ ജനകീയമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി നേതൃത്വത്തിൽ അവ ശുചീകരിച്ച് വൃത്തിയാക്കി നീരൊഴുക്ക് സുഗമമാക്കി മാലിന്യം കത്തിക്കാത്ത വലിച്ചെറിയാത്ത ജലാശയങ്ങളെയും പൊതുയിടങ്ങളെയും സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ക്യാമ്പയിൻ മുന്നോട്ട് നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രധാനമായും ശുചിത്വ മിഷൻ നേതൃത്വം നൽകുന്ന ഈ പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനിവാര്യ ചുമതലകളിലൊന്നായ ശുചിത്വവും മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ആശയം അത് സമ്പൂർണ്ണമായി വിജയത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ജനകീയ ക്യാമ്പയിൻ മാലിന്യമുക്ത നവകേരളം എന്ന പേരിൽ സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത്. നമ്മുടെ വീട്, പരിസരം, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള ഇടങ്ങൾ, നമ്മൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ, കുടുംബസമേതം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മളിൽ നിന്നും അല്ലെങ്കിൽ നമ്മളാൽ മാലിന്യം ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു ദൃഢപ്രതിജ്ഞ കൂടി ഈ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നാം എടുക്കുകയും ആ പ്രതിജ്ഞയെ എന്നും കാത്തു സൂക്ഷിക്കുന്നതിലേക്കായിട്ട് നമ്മുടെ സ്വഭാവത്തിലും ശീലത്തിലും ഒരു മാറ്റം കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി ഓരോ പൗരന്മാരും എടുക്കുന്ന സാഹചര്യത്തിൽ അധികം വിദൂരമല്ലാതെ തന്നെ നമുക്ക് കേരളം മാലിന്യമുക്തമായി കാണുന്നതിന് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ജനങ്ങളെ ചിന്തിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശുചിത്വ മിഷൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സ്വച്ഛതാ ഹി സേവ, സ്വച്ഛതാ പക്വാഡ ക്യാമ്പയിനുകൾ നടപ്പിലാക്കി വരുന്നത്. വിദ്യാർത്ഥികൾ, NCC കേഡറ്റുകൾ, യൂത്ത് ക്ലബ്ബുകൾ തുടങ്ങിയവരുടെ സേവനങ്ങളും സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനിൽ ശ്രദ്ധേയമാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളെ സംഘടിപ്പിച്ചുകൊണ്ട് വ്യാപകമായ ബോധവൽക്കരണ പരിപാടികളും ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നതായി നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന ഡയറക്ടർ M. അനിൽകുമാർ അറിയിച്ചു. പൊതുസ്ഥലങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജലാശയങ്ങൾ തുടങ്ങി എല്ലാ പൊതു ഇടങ്ങളിലും സന്നദ്ധ പ്രവർത്തകരുടെ സേവന പ്രവർത്തനങ്ങൾ വഴി ശുചിത്വ സന്ദേശവും എത്തിക്കാനും ശുചിത്വ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേര യുവ ഭാരത്, നെഹ്റു യുവകേന്ദ്ര, നാഷണൽ സർവീസ് സ്കീം, യൂത്ത് ക്ലബ്ബുകൾ തുടങ്ങിയവരുടെ വളണ്ടിയർമാർ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവും. ശുചിത്വ സന്ദേശമുയർത്തി റാലികൾ, പ്രതിജ്ഞകൾ, ശുചിത്വ മാരത്തോൺ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ മാലിന്യമുക്തം നവകേരള ക്യാമ്പയിന്റെ ഭാഗമായി ശുചിത്വ മിഷൻ, കുടുംബശ്രീ, മറ്റ് സർക്കാർ ഏജൻസികളുടെയും സഹകരണത്തോടു കൂടിയാണ് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സ്വച്ഛതാ ഹി സേവ പ്രചാരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലാ ഓഫീസറായ ബിൻസി. ഈ ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരു സ്വച്ഛതാ റാലിയും അതുപോലെ തന്നെ കോട്ട മൈതാനത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും അവ സംസ്കരിക്കുകയും ചെയ്തു. ത്രിതല പഞ്ചായത്തുകൾ, മേര യുവ ഭാരത്, മാലിന്യമുക്ത കേരളം, നവകേരളം, ശുചിത്വ മിഷൻ, കുടുംബശ്രീ, നാഷണൽ സർവീസ് സ്കീം, സാമൂഹിക സന്നദ്ധ സംഘടനകൾ എന്നിവ സംയുക്തമായാണ് സ്വച്ഛതാ ഹി സേവ എന്ന ക്യാമ്പയിൻ ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. പൊതുസ്ഥലങ്ങളായ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ, ടൂറിസം കേന്ദ്രങ്ങൾ, ജലാശയങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാരെ ആദരിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു പരിപാടിയുടെ ലക്ഷ്യം. ശുചിത്വം ഒരു സംസ്കാരമാണ്. ശുചിത്വത്തിലൂടെ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും നാം തിരിച്ചറിയുന്നു. നാം സൃഷ്ടിക്കുന്ന മാലിന്യം നമ്മുടെ തന്നെ ഉത്തരവാദിത്തമല്ലേ? വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നമ്മുടെ ജലാശയങ്ങളെയും തെളിനീരുറവകളെയും പൊതു ഇടങ്ങളെയും എന്തിനേറെ ഈ പ്രകൃതിയെ തന്നെയും മലീമസമാക്കുമെന്ന് തിരിച്ചറിയുക. ശുദ്ധമായ നാടും വൃത്തിയുള്ള വീടും, അതാകട്ടെ നമ്മുടെ ലക്ഷ്യം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.